ദാസൻ കടന്നു വന്നാലും ദൈവം സംസാരിച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എങ്കിലും ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞത് പാസ്റ്റർ മാത്യു സമയൽ, കുഞ്ഞുമാച്ചായന്, പാട്ടുപാടിയ സഹോദരി. ഓക്കെ, എല്ലാവർക്കും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. 9 ഫാമിലി ഉണ്ട് ദിവസം. ഓക്കെ, താങ്ക് യു. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കാം. എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവരെ നിരീക്ഷിച്ച് നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം കളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം ഒരൽപ്പം കട്ടിയാണ്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നാമം അത്രയും അത് സീരിയസ് ആയിട്ട് നമ്മൾ കണക്കെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ 7 നക്ഷത്രവും 7 പൊൻനിലവിളക്കും എന്താണെന്ന് ദൈവം തന്നെ നമ്മളോട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 7 നക്ഷത്രം, എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മം, 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ 7 നക്ഷത്രം 7 ദൂതന്മാരാണ്. ദൂതന്മാരെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഏഞ്ചൽസ് അല്ല അത്. ഹല്ലേലൂയ. നമുക്കറിയാമത്, എന്നാൽ പലർക്കും അത് അറിയില്ല. ഹല്ലേലൂയ. ഏഞ്ചൽസിനോട്, ദൈവത്തിൻ്റെ ഏഞ്ചൽസിനോട് നമുക്ക് എഴുത്തെഴുതി പറയുവാൻ സാധിക്കുകയില്ല. ഈവൻ ദൈവത്തിൻ്റെ ഏഞ്ചൽസിനോട് നമുക്കാർക്കും, മനുഷ്യർക്കാർക്കും കൽപ്പിക്കുവാൻ, കമാൻഡ് ചെയ്യാനും സാധ്യമല്ല. കാരണം നമ്മൾ ദൂതന്മാരെക്കാളും ഒരല്പം താഴ്ത്തിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ഇത് സഭയുടെ ദൂതന്മാർ എന്ന് പറയുമ്പോൾ സഭയെ നടത്തുന്ന ദൈവദാസന്മാർ, അല്ലെങ്കിൽ സഭയുടെ മൂപ്പന്മാർ, സഭാ ശുശ്രൂഷന്മാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗ്രഹിക്കാം. അതായിരിക്കും അതിൻ്റെ ശരി എന്ന് വിചാരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ 7 ദൂതന്മാർക്കും 7 സഭയുടെ 7 പ്രധാനപ്പെട്ട അധ്യക്ഷന്മാർക്കുമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ 7 നക്ഷത്രം കർത്താവ് തൻ്റെ വലത് കയ്യിൽ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ 7 സഭയുടെ ഈ ദൂതന്മാരെ കർത്താവ് തൻ്റെ ബലമുള്ള, തൻ്റെ റൈറ്റിയസ്നെസ് ആയിട്ടുള്ള കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അത് അധികാരത്തെ കാണിക്കുന്നു, അത് ശക്തിയെ കാണിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ശക്തിയിലാണ് ഇവർ നടക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 7 പൊൻനിലവിളക്ക് എന്ന് പറയുമ്പോൾ 7 സഭയാണ്, 7 ചർച്ചാണെന്ന് നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇനി 7 നക്ഷത്രത്തെക്കുറിച്ച് മറ്റൊരു സ്ഥലത്തുകൂടി എഴുതിയിട്ടുണ്ട്. ദാനിയേൽ 12:3 എഴുതിയിട്ടുണ്ട്. 7 നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ദാനിയേൽ 12:3 എഴുതിയിട്ടുണ്ട്. നമ്മളാരും അത് ശ്രദ്ധിക്കാതെ പോയൊരു വാക്യമാണത്. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഹല്ലേലൂയ. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പോൾ സഭയുടെ ദൂതന്മാരായിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ സഭയിലുള്ള വിശുദ്ധന്മാർ, അനേകരെ നീതിയിലേക്ക് നടത്തുന്നവരുമുണ്ട്. അവരും
അവരെ നക്ഷത്രങ്ങളെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനേകരെ നീതിയിലേക്ക് തിരിയിക്കുന്ന അനേകര് അവരും നക്ഷത്രങ്ങൾ. ഹാലേലുയ. ഇനി 7 ഗോൾഡൻ ക്യാൻഡിൽ സ്റ്റിക്ക്, അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ചർച്ചാണ്, സഭയെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നിവിടെ നമ്മൾ വായിച്ചല്ലോ. ഹാലേലുയ. മത്തായിയുടെ സുവിശേഷം 5:14-16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹാലേലുയ. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കണം, അത് പറയും കീഴ് വയ്ക്കരുത്. മാത്യു 5:14-16 കിട്ടിയോ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മരമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതാണ് ചർച്ച എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്ന ഓരോ മനുഷ്യരാണല്ലോ. ഹാലേലുയ. ഈ മനുഷ്യർ അവരുടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അവർ പ്രകാശമുള്ളവരായി തീരണം. ഹാലേലുയ. അതാണ് ഈ 7 ക്യാൻഡിൽ സ്റ്റിക്ക്, ഗോൾഡൻ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് സഭയെ വിശേഷിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കണമല്ലോ. ഹാലേലുയ. നമ്മൾ പ്രകാശമുള്ളവരായിരിക്കണം, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായിരിക്കണം. ഈ 7 ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എക്സോഡസ് 25:31-40 വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഹാലേലുയ. അത് അടിപ്പണിയായിട്ട് പണിയുന്നതാണ്. അതിന് 6 കവര, 3 മുമ്പിലേക്കും 3 പിന്നിലേക്കും, ഒരെണ്ണം അതിൻ്റെ ഏറ്റവും ടോപ്പിലുമായിട്ട്. അതിൽ ബദാമിൻ്റെ പൂ പോലുള്ള മൊട്ടുകൾ അതിൽ എണ്ണ ഒഴിച്ച് തിരി വെച്ച് കത്തിക്കാൻ വേണ്ടി അതിൻ്റെ 7 തണ്ടിന്മേലും വെക്കണം. ഹാലേലുയ. അതിൻ്റെ പണി ഒരു പ്രത്യേക പണിയാണ്. അത് വളരെ പ്രയാസം. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പണിയോ ഇല്ലോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഹാലേലുയ. കാരണം ഇന്നെല്ലാം വെൽഡിങ് ആണല്ലോ. ഹാലേലുയ. സ്വർണ്ണമാണെങ്കിലും ഉരുക്കി അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. അല്ലെങ്കിൽ ഇതുപോലത്തെ 3 തണ്ട് മുമ്പിലേക്കും 3 തണ്ട് പുറകിലേക്കുമായിട്ട് 1 തണ്ട് പൊക്കത്തിലുമായിട്ട് അത് അടിപ്പിണർ എന്ന് പറഞ്ഞാൽ അടിപ്പണിയാൽ എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ വെയിറ്റ് 1 താലന്ത് ഗോൾഡ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 താലന്ത് ഗോൾഡ്. 1 താലന്ത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെയിറ്റ് അനുസരിച്ച് 30.2 കിലോഗ്രാമാണ് 1 താലന്ത്. അപ്പോൾ 30.2 കിലോഗ്രാം പ്യുവർ ഗോൾഡ്. ഇന്ന് 1 കിലോ പ്യുവർ ഗോൾഡിൻ്റെ വില 1,10,000-ഓടടുത്ത് വരും. അപ്പോൾ 30.2 കിലോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 300 ലക്ഷത്തിൽ കൂടുതൽ ഡോളർ വേണ്ടി വരും മേടിക്കാൻ. രൂപയല്ല, ഡോളർ വേണ്ടി വരും. ഹാലേലുയ. അത്രമാത്രം വില കൊടുത്താണ് ആ ഗോൾഡൻ ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അതിൻ്റെ പണി അടിപ്പണിയാലാണ്. അത് വെൽഡ് ചെയ്തല്ല, അടിച്ച് പരത്തി അതുപോലെ ഉണ്ടാക്കണം. അത് വളരെ വിദഗ്ധമായിട്ടുള്ള തൊഴിലാളികൾക്ക് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഹാലേലുയ. അത്ര പ്രാധാന്യമാണ് ആ വിളക്ക്. ഗോൾഡൻ ക്യാൻഡിൽ സ്റ്റിക്കിൽ 7 തണ്ടിന്മേൽ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശം എത്ര ഭയങ്കരമായിരിക്കും എന്ന് വിചാരിച്ചു നോക്ക്. ഹാലേലുയ. ആ ഗോൾഡൻ ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് വരുന്ന പ്രകാശം പോലെ നമ്മുടെ ചർച്ചകൾ പ്രകാശിച്ച് നിൽക്കണം. ഹാലേലുയ. ഹാലേലുയ. നമ്മുടെ ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ, സഭയെക്കുറിച്ച് പറയുമ്പോൾ ആ ദൈവം പറഞ്ഞിരിക്കുന്നത് ഹാലേലുയ, അത് ഷൈൻ ചെയ്ത്, അത് ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്ത്. എന്തുകൊണ്ട് ഷൈൻ ചെയ്യണം? ഹോളിനെസ്സും ട്രൂത്തും കൊണ്ട് ഷൈൻ ചെയ്ത് ഹാലേലുയ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഒരു ഹോളിനെസ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രൂത്ത്നെസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചർച്ചകളെയാണ് ദൈവം ഹാലേലുയ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാകുന്നവനെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനെന്ന് പറയുമ്പോൾ ദൈവം എല്ലാ സഭയിലുമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്.
ദൈവം വേറെങ്ങും പോയിട്ടില്ല. ദൈവം ദൂരത്തല്ല, ദൈവം അകന്നിരിക്കുന്നവനല്ല. ദൈവം നമ്മുടെ സമീപത്തുണ്ട്. ഈ ചർച്ചുകളിലൊക്കെയും ദൈവമുണ്ട്. എല്ലാ ചർച്ചുകളിലും ദൈവമുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ള സഭാ ഹോളുകളോ കമ്മ്യൂണിറ്റി ഹോളുകളോ പോലെ അല്ല ദൈവസഭ എന്ന് പറയുന്നത്. അത് ഹോളിനെസ്സും ട്രൂത്ത്നെസ്സും കൊണ്ട് വിശുദ്ധമായി തിളങ്ങുന്ന, ബ്രൈറ്റ് ചെയ്യുന്ന ഒരിടമാണ് ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 2 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിൻ്റെ പ്രവൃത്തി, നിൻ്റെ അധ്വാനം, നിൻ്റെ കഠിന പ്രയത്നം ഇതെല്ലാം ഞാൻ അറിയുന്നു. നിൻ്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും കർത്താവ് അറിയുന്നു. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പലരും വിചാരിക്കും, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ, ആത്മാർത്ഥതയോടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതാര് കാണുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറ്റം പറയാൻ വളരെ വിദഗ്ധരാ. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറ്റം പറയുന്ന അനേകരുണ്ടാവും. ഈ ആദ്യകാല സഭകളിലും അങ്ങനെയുള്ളവർ ധാരാളമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിന്റെ നീ സഭയ്ക്ക് വേണ്ടി നീ പ്രയത്നിച്ച പ്രയത്നം ഞാൻ അറിയുന്നു. എഫെസോസേ, നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു. നിന്റെ സഹിഷ്ണുത, നീ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ നിന്നെ ഉപദ്രവിക്കാൻ വന്നവരുണ്ട്, നിന്നെ തല്ലിയവരുണ്ട്, നിന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞവരുണ്ട്. അതൊക്കെ നീ സഹിച്ചു. അതിന് പകരം ചോദിക്കാതെ അതെല്ലാം നീ സഹിച്ചു. അത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ എന്ന് ദൈവം ഇവിടെ പറയുക. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന കള്ള അപ്പോസ്തലന്മാരെ നീ തിരിച്ചറിഞ്ഞു എന്നതും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന കള്ള അപ്പോസ്തലന്മാർ ധാരാളം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഹല്ലേലൂയ. അവരെയൊക്കെ നീ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവരെ തിരിച്ചറിയണമെങ്കിൽ ഈ എഫെസോസ് സഭയിലെ വിശ്വാസികൾ അവർ എത്രമാത്രം തിരുവചനത്തിൽ അറിവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അവരുടെ അടുക്കൽ പോയി വെറുതെ ഓരോന്ന് പറഞ്ഞ് അവരെ കളിപ്പിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. കാരണം അവർക്ക് നല്ല ദൈവിക ജ്ഞാനമുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് അവർ അനുഭവിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ ആ ദൈവവചനത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ദൈവം ഈ ഭൂമിയിൽ ചിലപ്പോൾ നൽകിയെന്ന് വരികയില്ല. മിക്കവാറും അതിൻ്റെ പ്രതിഫലം നമുക്ക് പിന്നീടാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഒന്നും ലഭിച്ചില്ല എന്ന് കരുതി മറ്റുള്ളവർ നിന്നെ കളിയാക്കിയെന്ന് വരാം. ഹല്ലേലൂയ. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരുപാട് സാമ്പത്തികമായി സഭയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം. ഹല്ലേലൂയ. അവരോട് അവരുടെ ബന്ധുക്കളൊക്കെ ചോദിച്ചേക്കും, നിനക്ക് എന്താണ് പ്രയോജനം, നിനക്കെന്താ ലഭിച്ചത്? പക്ഷേ എഫെസോസേ, ഞാൻ നിന്നെ അറിയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നിനക്കുള്ളതെല്ലാം നീ സഭയ്ക്ക് വേണ്ടി ചെലവ് ചെയ്തത്, അനേകരെ കൂട്ടിവരുത്തുവാൻ നീ ചെയ്തതെല്ലാം ഞാൻ അറിയുന്നു. സഭയിൽ കടന്നു വന്ന പാവങ്ങളെയൊക്കെ നീ സഹായിച്ചത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നീ എന്ത് ചെയ്താലും ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവൻ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ അതിൻ്റെ ഇടയിലൂടെ ഉലാവുന്നവൻ എല്ലാ സഭയിലും അവൻ കടന്നു വരുന്നു. എല്ലാ മനുഷ്യരുടെ ഇടയിൽ അവൻ കടന്നു വരുന്നു. അവനറിയാം, സകലതും അറിയാം. കഴിഞ്ഞിടയ്ക്ക് കുഞ്ഞുമാച്ചാനും ഞാനും ടെലിഫോണിലൊന്ന് സംസാരിച്ചപ്പോൾ, അങ്ങനെ ഞങ്ങൾ ദിവസം സംസാരിക്കുന്നവരല്ല, വല്ലപ്പോഴുമൊക്കെ സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ചെറിയച്ചൻ പാസ്റ്ററെ, നമ്മുടെ സഭയിൽ ആരാധന കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകും. അത് കൂടുതലും എന്നെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. ഞാനാണ് ഏറ്റവും ആദ്യം പോകുന്നത്. കാരണം എനിക്ക് ജോലിയുണ്ടല്ലോ, എന്ത് ചെയ്യാനാ. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും സഭയിൽ നിന്ന് അങ്ങ് പോകും. ജോലി കഴിയുമ്പോൾ, ആരാധന കഴിയുമ്പോൾ അങ്ങ് പോകും.
അത് കഴിഞ്ഞ് നമ്മുടെ മാത്യു സാമുവൽ പാസ്റ്ററും കുടുംബവും അവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന ദിവസങ്ങളാണെങ്കിൽ അദ്ദേഹം ആ ഭക്ഷണമെല്ലാം കൊടുത്തതിന് ശേഷം ആ പാത്രങ്ങൾ എല്ലാം വൃത്തിയാക്കേണ്ടത് വൃത്തിയാക്കി അവിടെയുള്ളതെല്ലാം ക്ലീൻ ചെയ്ത് ഡിസ്പോസിബിൾ പ്ലേറ്റുകളെല്ലാം ട്രാഷിൽ കൊണ്ടിട്ട് ആ ബാത്റൂമെല്ലാം ക്ലീൻ ചെയ്ത് അവരും കുടുംബവും പോകാറ് പതിവ്. ഹല്ലേലൂയ. അപ്പോൾ പല പ്രാവശ്യം കുഞ്ഞുമാച്ചാൻ ഇത് കണ്ടിട്ട് പോയി സഹായിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ എഫെസോസിനോട് ദൈവം പറഞ്ഞതുപോലെ, എഫെസോസേ, നിൻ്റെ എല്ലാ പ്രവൃത്തിയും, നിൻ്റെ സഹിഷ്ണുത, നിൻ്റെ പ്രവൃത്തി, നിൻ്റെ കഠിനാധ്വാനം എല്ലാം ഞാൻ അറിയുന്നു. ദൈവം എല്ലാം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലൊരു മിഷണറി അദ്ദേഹം തന്നെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഒരു വില്ലേജ് തിരഞ്ഞെടുത്തു. അദ്ദേഹം വില്ലേജിലേക്ക് പോയിട്ട് അദ്ദേഹം വില്ലേജിൽ പല സ്ഥലത്തായി സ്കൂളുകൾ പണിതു. അവിടെ പഠിപ്പിക്കാനുള്ള അധ്യാപകരെ വെച്ചു. അവിടെ നിന്ന് വരുന്ന പിള്ളേരിൽ നിന്ന് കുറച്ച് ഫീസ് വാങ്ങി ആ സാർമാർക്ക് കൊടുക്കാനുള്ള കാശെങ്കിലും വേണ്ടി, അതിനുവേണ്ടി കുറച്ച് ഫീസ് വാങ്ങി സാർമാർക്ക് കൊടുത്തു, അവരെ പഠിപ്പിച്ചു. അതുപോലെ അദ്ദേഹം പല സ്ഥലങ്ങളിലായ ഗ്രാമത്തിൻ്റെ പല സ്ഥലത്തുമായി 1/2 സെൻറ്റ് വീതം മേടിച്ചിട്ട് ആ 1/2 സെൻറ്റിനകത്ത് അദ്ദേഹം നല്ല കിണറുകൾ കുഴിച്ചു. അപ്പോൾ അവിടെയുള്ളവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ദിവസവും പ്രീച്ച് ചെയ്യുവാൻ തുടങ്ങി, റെഗുലറായിട്ടുള്ള പ്രീച്ചിങ്. അതിനായി ഒരു കെട്ടിടം പോലെ ഒരെണ്ണം ഉണ്ടാക്കി അതിനകത്ത് ദിവസവും പ്രീച്ച് ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ആ ഗ്രാമവാസികളൊക്കെ വന്ന് ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. ഒരു ദിവസം അദ്ദേഹം പ്രീച്ച് ചെയ്യുവാനായി വന്നു കഴിഞ്ഞപ്പോൾ, അദ്ദേഹം പഠിപ്പിക്കുവാനായി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി ഇന്ന് ആൾക്കാർ? അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഹല്ലേലൂയ, പാസ്റ്റർക്ക് പാട്ട് പാടാൻ അറിയില്ല അല്ലേ? ഇതാണ്ട് അതിന് കുറച്ചപ്പുറേ അവിടെ ഒരു വലിയ ഗാനമേള നടക്കുന്നുണ്ട്, അത് കാരണം ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി എന്ന്. ഇദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോയി. ഹല്ലേലൂയ. കാരണം ഇദ്ദേഹം വളരെ നാളുകളായി അവിടെ അധ്വാനിച്ച് ആ ജനങ്ങൾക്ക് വേണ്ടി മാത്രം അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ മുഴുവൻ അവിടെ ചെലവ് ചെയ്തു. അദ്ദേഹം സ്കൂളുകൾ പണിതു, കിണറുകൾ കുത്തി, പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒടുവിൽ അദ്ദേഹത്തിന് നിരാശനാകേണ്ടി വന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അത് അദ്ദേഹത്തിന് ഏറെ ധൈര്യം നൽകി. അദ്ദേഹം തൻ്റെ പ്രവർത്തനവുമായി മുന്നിലേക്ക് പോകുവാനിടയായി തീർന്നു. അത് പിന്നീട് അദ്ദേഹത്തിന് ഒരു നല്ല അനുഭവമായി തീരുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. നാം എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്താലും അത് ദോഷകരമായിട്ടേ ഭവിക്കുകയുള്ളൂ. അങ്ങനെ ഈ ലോകം അങ്ങനെയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുന്നു, ഞാനത് അറിയുന്നു. എഫെസോസേ, ഞാനത് അറിയുന്നു. നിൻ്റെ സഹിഷ്ണുത, നീ സഹിച്ചത്, നീ കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞത്, നീ ദൈവത്തിന് വേണ്ടി ചെയ്തത്, നിൻ്റെ കഠിനാധ്വാനം, നിൻ്റെ വേല, നീ സഹായം ചെയ്തത് എല്ലാം ഞാൻ അറിയുന്നു എന്ന് ഹല്ലേലൂയ കർത്താവ് എഫെസോസിലെ ദൂതന്മാരോട് പറയുവാൻ പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ 5-ാം വാക്യം, 4-ാം വാക്യം, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഹല്ലേലൂയ. എഫെസോസ് സഭയെക്കുറിച്ച് അവരുടെ കുറ്റമല്ല ദൈവം ആദ്യം പറഞ്ഞത്. അവർ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളെയും എടുത്തു കാട്ടി അവരെ അഭിനന്ദിച്ച ശേഷം കർത്താവ് പറഞ്ഞു, എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയുവാനുണ്ട്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം. ഹല്ലേലൂയ. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം. ഹല്ലേലൂയ. പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതിൻ്റെ മെയിനായ കാരണം, ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു ദുരുപദേശം സഭയിൽ കടന്നു വന്നതുകൊണ്ടല്ല. അതിനേക്കാൾ ഉപരിയായി അവരുടെ ആ ആദ്യത്തെ സ്നേഹം, അതായത് അവരുടെ ഒരു താല്പര്യം കുറഞ്ഞു വന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഹല്ലേലൂയ. അല്ല, ദുരുപദേശം കടന്നു വന്നുകൊണ്ടല്ല. ഹല്ലേലൂയ. അതൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഒരു യങ് കപ്പിള്, ഹല്ലേലൂയ, രണ്ടുപേരും IT പ്രൊഫഷണൽ
ടെലികമ്മ്യൂണിക്കേഷനിൽ ജോലി ചെയ്യുന്ന നല്ല ശമ്പളമുള്ളവർ, ഹല്ലേലൂയ, അവർ പരസ്പരം കണ്ടു, സ്നേഹിച്ചു. അവർക്ക് അകന്നിരിക്കാൻ കഴിയാത്തവണ്ണം അവർ പരസ്പരം അടുത്തു. അവരുടെ വീടുകളിൽ അറിയിച്ചു. വീട്ടുകാർക്ക് സമ്മതമായി. അവരുടെ വിവാഹം നടന്നു. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ പരസ്പരം വലിയ സ്നേഹത്തിൽ, വലിയ സന്തോഷത്തിൽ കഴിയുക. ഹല്ലേലൂയ. അവരുടെ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ അവർ തീരുമാനിച്ചു. അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, നമുക്കൊരു വലിയ കാൻഡിൽ വാങ്ങിച്ചു വെക്കണം. അവർ കാൻഡിൽ വാങ്ങിയിരുന്നു. ഈ കാൻഡിൽ നമ്മുടെ ഓരോ ആനിവേഴ്സറിയും വരുമ്പോഴും ഇത് നമുക്ക് എടുത്ത് കത്തിക്കണം. അങ്ങനെ ആ ഓരോ ആനിവേഴ്സറിയിലും ഈ കാൻഡിൽ കത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ നമുക്ക് ആഘോഷിക്കണമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. എന്നാൽ ക്രമേണ അവർക്ക് ആ കാര്യങ്ങൾ മറന്നു പോകാനിടയായി തീർന്നു. അവർക്ക് ക്രമേണ അവരുടെ ആ സ്നേഹത്തിൻ്റെ ആഴം കുറേശ്ശെ കുറയുവാൻ തുടങ്ങി. അത് ആ ഭർത്താവിനോട് ആരെങ്കിലും അവൾ അവിടെ പഴയകാല ജീവിതത്തെക്കുറിച്ച് അവൾ കൊള്ളരുതാത്തവളാണ് എന്ന് പറഞ്ഞ് കേൾപ്പിച്ചത് കൊണ്ടൊന്നുമല്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അവൾ അങ്ങനത്തെവളുമല്ലായിരുന്നു. ആരും ആ സ്ത്രീയോട് തൻ്റെ ഭർത്താവിനെക്കുറിച്ച്, അയാളുടെ പഴയകാലത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടല്ല. അയാളെക്കുറിച്ച് അങ്ങനെ മോശമായി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദുരുപദേശം കൊണ്ടല്ല. പക്ഷെ അവർ കുറേശ്ശെ അകലുവാൻ തുടങ്ങി. അവരുടെ ജീവിത സാഹചര്യം, കുഞ്ഞുങ്ങളുണ്ടായി, ജോലി ഭാരങ്ങൾ കൂടി, ഭവനത്തിലെ ജോലി ഭാരങ്ങൾ, ജോലി സ്ഥലത്ത് കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രയാസങ്ങൾ കാരണം ആ പഴയ ഒരു താല്പര്യം കുറഞ്ഞുപോയി. ഹല്ലേലൂയ. ഏതാണ്ട് 25 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ആ മെഴുകുതിരി വെച്ചിരുന്ന ആ സ്ഥലം എന്തോ ആവശ്യത്തിന് തൂക്കാനോ തുടയ്ക്കാനോ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ക്യാൻഡിൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. രണ്ടുപേരുടെയും ഹൃദയം തകർന്നു പോയി. നമ്മൾ അന്ന് എടുത്ത തീരുമാനം, ഹല്ലേലൂയ, നമുക്കിതുവരെ പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഹല്ലേലൂയ. അവർ വീണ്ടും ഒരു റിപ്പൻറ്റൻസിലേക്ക് തിരിച്ചു വരുവാൻ അതൊരു നിമിത്തമായി തീർന്നു. അവർ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചു. അവർ കുറച്ചും കൂടി കഠിനമായ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളെല്ലാ വർഷവും ഈ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ അവർ വീണ്ടും ആ പഴയ സ്നേഹത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നു, നിൻ്റെ പഴയ സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, നമ്മൾ ഓർക്കുക. ഹല്ലേലൂയ. നമ്മളെവിടെ നിന്ന് 5-ാമത്തെ വാക്യം പറയുന്നത് പോലെ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഓർക്കുക, നീ റിപ്പന്റ് ചെയ്യുക, നീ റിട്ടേൺ വരിക. നീ ഓർക്കുക, നീ ആദ്യം യേശുവിനെ കണ്ടപ്പോൾ നീ എങ്ങനെയായിരുന്നു, നീ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ നീ എങ്ങനെയായിരുന്നു എന്ന് നീ ഓർക്കുക. നീ ആദ്യം ചർച്ചിൽ വന്ന ദിവസം എങ്ങനെ ആയിരുന്നു എന്ന് നീ ഓർക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഓർക്കുക. നീ ഹല്ലേലൂയ നിന്റെ കൂട്ടു സഹോദരന്മാരോട് അന്ന് നീ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, നീ എങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എന്ന് ഓർക്കുക. അതുപോലെ ഓർക്കുക, നീ അന്ന് നിന്റെ വീട്ടിൽ നീ കൂട്ടായ്മ വെച്ചതും നിന്റെ വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ നീ ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ചതും നീ ഓർക്കുക. ഹല്ലേലൂയ. നീ അന്ന് സ്ട്രീറ്റിൽ പ്രസംഗിച്ച് നടന്നത് നീ ഓർക്കുക. ഹല്ലേലൂയ. അതുപോലെ നിനക്ക് ഓർക്കുവാൻ പലതുമുണ്ട്. ഹല്ലേലൂയ. പണ്ട് നീ എങ്ങനെ ആയിരുന്നുവെന്ന് നീ ഓർക്കുക. ഇപ്പോൾ ആ മെഴുകുതിരി മറന്നതുപോലെ നീ പലതും മറന്നിരിക്കുക. നീ ഓർത്ത് പണ്ട് നീ എങ്ങനെ ആയിരുന്നു എന്ന് ഓർത്ത് നീ വീണ്ടും നീ ആ ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നീ സ്ക്രിപ്ചർ വായിക്കുക. നീ എങ്ങനെ വായിക്കണം? ദാഹത്തോടെ, വിശപ്പോടെ ദാഹിക്കണം. വിശപ്പോടെ നീ സ്ക്രിപ്ചറിന് വേണ്ടി ദാഹിക്കണം. വിശപ്പോടെ നീ വായിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുസ്തകം നീ വായിക്കണം. നീ ആദ്യ സമയങ്ങളിൽ നീ വായിക്കുമായിരുന്നു. ആദ്യ സമയത്ത് നീ പ്രാർത്ഥിക്കുമായിരുന്നു. നിനക്ക് മതി വരുമായിരുന്നില്ല. നീ പ്രാർത്ഥിച്ച് നിനക്ക് മതി വരുമായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ നീ എങ്ങനെയാണ് പാട്ടുപാടി ആരാധിക്കുന്നത്?
ഇപ്പോൾ നീ എങ്ങനെയാ വേദപുസ്തകം വായിക്കുന്നത്? പണ്ട് നീ വായിക്കുന്ന പോലെ വായിക്കാറുണ്ടോ? ഹല്ലേലൂയ. നീ അത് ഓർത്ത് നീ തിരിച്ചു വരിക. ഹല്ലേലൂയ. നീ ലോർഡ് സപ്പറിൽ നീ പങ്കെടുക്കാറുണ്ടോ? ഇപ്പോൾ നീ കോൺഗ്രിഗേഷനിൽ നീ വർഷിപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? പഴയതുപോലെയാണോ? പണ്ട് നീ ആരാധിച്ചിരുന്നത് പോലെയാണോ നീ? ഹല്ലേലൂയ. നീ ലോർഡ് സപ്പറിൽ വരുമ്പോൾ പണ്ടത്തെ പോലുള്ള വിശുദ്ധിയോടെയാണോ നീ വരുന്നത്? ഹല്ലേലൂയ. നീ അന്ന് ഉപവസിച്ച് മനസ്സ് ശുദ്ധമാക്കി കർത്താവ് നിന്റെ സമീപത്തുണ്ട് എന്നുള്ള അതിഭയങ്കരമായ വിശുദ്ധിയോടെ സ്നേഹത്തോടെയല്ലേ നീ കടന്നു വന്നിരുന്നത്? എന്നാൽ ഇന്നോ എങ്ങനെയാണ് നീ കടന്നു വരുന്നത്? ഹല്ലേലൂയ. നീ മടങ്ങി വരിക. ഹല്ലേലൂയ. സങ്കീർത്തനം 51:12 പറയുന്ന പോലെ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. അവിടെ ഒരു വിശുദ്ധൻ വീണുപോയി. ആ വിശുദ്ധൻ വീണുപോയി എന്ന് പറഞ്ഞ് ആ വിശുദ്ധൻ ഹല്ലേലൂയ പിന്നെ അനങ്ങാണ്ടിരിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ്റെ മനസ്സിൽ വിഷമമുണ്ടായി. അവന് പഴയതുപോലെ സന്തോഷം വന്നില്ല. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പണ്ടങ്ങനെയല്ലായിരുന്നല്ലോ കർത്താവേ, ഞാൻ പാപിയാണ്, നീ എന്നോട് ക്ഷമിക്കണം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം, മുടിയൻ പുത്രൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെ അവൻ ഓർത്ത് അവൻ തിരിച്ചോടി വന്നു. ഹല്ലേലൂയ. അനേക വിശുദ്ധന്മാർ അങ്ങനെയാ. ഹല്ലേലൂയ. അനേക വിശുദ്ധന്മാർ അങ്ങനെയാ. അവര് മടങ്ങി വന്നവരാ അനേക വിശുദ്ധന്മാർ. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസ് മടങ്ങി വന്നവനാ. ദാവീദ് മടങ്ങി വന്നവനാ. ഹല്ലേലൂയ. അങ്ങനെ അനേകരുണ്ട്. ഹല്ലേലൂയ. മടങ്ങി വരിക, മറക്കാതെ. ഹല്ലേലൂയ. നീ റിപ്പന്റ് ചെയ്ത്, നീ ഓർത്ത് റിപ്പന്റ് ചെയ്ത്, ഹല്ലേലൂയ, നീ മടങ്ങി റിട്ടേൺ ചെയ്യുക. നീ മടങ്ങി വരിക. ഹല്ലേലൂയ. ഒരു ലൈറ്റ് ഹൗസിൻ്റെ കീപ്പർ, അദ്ദേഹം ഒരു ദിവസം ഫ്യൂവല് അടിക്കുവാൻ മറന്നുപോയി. ലാമ്പിൽ ഫ്യൂവൽ അടിക്കുവാൻ മറന്നുപോയി. ഹല്ലേലൂയ. എന്തു സംഭവിക്കും? ഇപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ടല്ലാതെ ഫ്യൂവൽ ഒഴിച്ച് ഓയിൽ ഒഴിച്ച് കത്തിക്കുന്ന ഷിപ്പ് യാർഡുകളുണ്ട്. നമ്മുടെ ബോസ്റ്റണിലൊക്കെ അങ്ങനത്തെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇയാളിത് മറന്നുപോയി, ഫ്യൂവൽ ഒഴിക്കാൻ മറന്നുപോയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഷിപ്പ് റെക്കാവും. ഹല്ലേലൂയ. റെയിൽവേ ഗേറ്റ് നമുക്കറിയാം, അതിൻ്റെ ഗേറ്റ് കീപ്പർ ആ ഗേറ്റ് അടച്ചില്ലെങ്കിൽ ആ ട്രെയിന് പോകുന്നതിൻ്റെ എതിർവശത്തു നിന്ന് വരുന്ന വാഹനം ആ ട്രാക്കിലൂടെ കടന്നു പോകും. എന്ത് സംഭവിക്കും? ഇടിച്ച് തകർന്നു പോകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ഓർക്കുക, ഓർത്ത് മടങ്ങി വരിക. ഹല്ലേലൂയ. നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ നമ്മൾ അതിൽ GPS വയ്ക്കാറുണ്ട്. വഴി തെറ്റുമ്പോൾ GPS പറയും, യു ടേൺ ഉണ്ട്, തിരിച്ചു വരിക എന്ന് പറഞ്ഞതുപോലെ. ഹല്ലേലൂയ. ആ പഴയ ആ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു ടേൺ ഉണ്ട്, തിരിച്ചു വരാം. ഇല്ലെങ്കിൽ ഇനിയും പോയാൽ വേറെ യു ടേൺ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുക. ബില്ലി ഗ്രഹാം ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന് വളരെ സമ്പന്നനും ധനവാനുമൊക്കെ ആയിരുന്നു, വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ബില്ലി ഗ്രഹാം ആ മനുഷ്യനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ വളരെ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ലൈഫിൽ നീ വളരെ സക്സസ്ഫുള്ളാണ്, പക്ഷെ നീ സ്പിരിച്വലി ഡ്രൈ ആണ്. ആ മനുഷ്യൻ അത് കേട്ടപ്പോഴേ പൊട്ടിക്കരഞ്ഞു. ആ മനുഷ്യൻ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ പല കാര്യങ്ങളും നേടി, ഞാൻ പലതും നേടി. ഐ ബിൽറ്റ് മൈ എംപയർ ബട്ട് ലോസ്റ്റ് മൈ സോൾ. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഒടുവിൽ തൻ്റെ സമ്പാദ്യമെല്ലാം, തൻ്റെ ജീവിതം മുഴുവനും ഒരു മിഷണറി വർക്കിന് വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. അദ്ദേഹം വീണ്ടും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അദ്ദേഹം പ്രാർത്ഥനയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് പണ്ടുണ്ടായിരുന്ന ആ സൗഭാഗ്യങ്ങളൊക്കെയും കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് പണ്ടുണ്ടാകാതിരുന്നിരുന്ന ആ സന്തോഷവും സമാധാനവും അധികമായി ലഭിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നെബൂഖദ്നേസർ ചക്രവർത്തി, ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ
പണിതു എന്ന് പറഞ്ഞപ്പോൾ ഹാലേലൂയ അവൻ തകർന്നു പോകുവാനിടയായി തീർന്നു. അവന് നിറപ്പൻ്റെ ചെയ്ത് ദൈവത്തെങ്കിലേക്ക് വന്നിരുന്നെങ്കിൽ അവൻ തകർന്നു പോകുവാൻ ഇടയായി തീരുമായിരുന്നില്ല. ഹാലേലൂയ, ഹാലേലൂയ. നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബുദ്ധി ഉപദേശിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരിച്ചു വരിക. ഹാലേൽ നാം പണ്ടിങ്ങനെ ആയിരുന്നില്ല, ഞാൻ പണ്ടിങ്ങനെ ആയിരുന്നില്ല. എത്രയോ ഉണർവോടെ ഹാലേലൂയ, എന്ത് നഷ്ടം വന്നാലും വേണ്ടിയില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടിയില്ല, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു എങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പിന്മാറിപ്പോകുവാൻ ഇടയായിത്തീർന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് നാം മടങ്ങി വരുവാൻ ദൈവം ഈ വചനത്തിലൂടെ നമ്മളെ ഉപദേശിക്കുകയാണ്. ഹാലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമീൻ.